സ്വസഹായ സംഘം എന്ന പേരിൽ ഇവിടെ ഒരു സംഘം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡോക്യുമെന്റും നമ്മൾ എടുത്തിട്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്യുമെന്റ് എടുത്തിട്ടുള്ളത്. ഇവരുടെ രജിസ്ട്രേഷൻ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറെ ആൾക്കാർ നമ്മളോട് ഈ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു, ധർമ്മസ്ഥല സ്വസഹായ സംഘം എന്ത് സംഭവം പൈസ കിട്ടുമ്പോൾ ജാസ്തി ആകുന്നുണ്ട് ഇങ്ങനെയല്ല. അപ്പോൾ അതിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് അതിന് ഡോക്യുമെന്റ് എടുത്തിട്ട് നമ്മളൊരു ചർച്ച എന്താണ് സംഭവം? ഇപ്പോ നിങ്ങൾ ആ സംഘത്തിലുണ്ടായ സംഘത്തിലുണ്ടായി ഒരു 18 കൊല്ലായി. അത് രണ്ടാമത് ഈ 10 വാങ്ങിച്ചൊക്കെ 10 രൂപ അടിക്കുന്നത്. ആ പൈസ ഒരു 60 കൊല്ലായപ്പോ അത് കേൾക്കുമ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞ ആദ്യം തന്നെ പറഞ്ഞോളൂ. അതിന് 10 രൂപ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അതേപോലെ 9,000 രൂപ ഉണ്ട്. അതേപോലെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ സംഘത്തിൽ. ഒരാൾ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. 9,000 രൂപ ഉണ്ട്. നിങ്ങൾ എത്ര ലോൺ എടുത്തിട്ടുണ്ടാവുന്നു? 5 ആളുണ്ട്. എത്ര? 5 ആളുണ്ട്. 5 ആൾ എത്ര ലോൺ? രണ്ടാൾക്ക് ഒരു 60 കൊല്ലായി. ഒരു പറഞ്ഞ് എനിക്ക് ആ പൈസ എടുത്തിട്ട് കൊടുക്കണം, പിന്നെ നമുക്ക് ലോണെല്ലാം കൊടുക്കുന്നില്ല, അല്ലെ പിന്നെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുക്കുന്നില്ല പറഞ്ഞു. അങ്ങനെ ആ പൈസ കെട്ടിയില്ല. ബുക്ക് കൊടുത്തിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാകുമ്പോൾ ഒരു എൻ്റെ വീട്ടിലേക്ക് 2-3 കൂലി വന്നു. ഏതാണ് ബുക്ക്? ഏതാണ് ബുക്ക്? എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് രണ്ടാമത്തെ പണിയെടുക്കുന്നുണ്ട് വന്നിട്ട് ഒരു പറഞ്ഞ് നിന്റെ ബൗണ്ടറിക്ക് നീ വേണ്ടിയിട്ടാൽ മതി, നീ നാട്ടിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് പോകണ്ടാണ്. അപ്പം എന്താ പറഞ്ഞു, എൻ്റെ ബൗണ്ടറിക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു. അവർ നിങ്ങളോട് ഒന്നിങ്ങനെ പറഞ്ഞു, നിങ്ങളെ വീട്ടിലേക്ക് മാത്രം വേണ്ടിയിട്ടാൽ മതി, അല്ലാതെ മൊത്തം നാട്ടിലേക്ക് വേണ്ടിയിട്ടാണ്. ഈ ബുക്കാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലേ? ആ ബുക്കാണ് ഈ ബുക്ക്. അതിൻ്റെ പിന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു 10-15 ആൾ വന്നിട്ട് നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടെന്ന് അങ്ങോട്ട് കൊടുത്തു. ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാകുമ്പോൾ പെർമിഷൻ ഉണ്ട് കൊടുത്തിട്ട് ഇത് കാണിച്ചിട്ട് ഇനി 140 രൂപ ചാനൽ അടിച്ചിട്ട് ഞാൻ എടുത്ത് ഇതാണ് അത് എടുത്തിട്ടാകുമ്പോൾ പിന്നെ ഇനി എസ് പി കഴിഞ്ഞിട്ടാകുമ്പോൾ ഓർക്കും എനിക്കും വേറൊരു സംബന്ധമില്ല ഒരു പറഞ്ഞു. ഇവർ പറയുന്നത് ഞങ്ങൾ SBI ബാങ്കിൽ നിന്നാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ ലോൺ നൽകുന്നത്. പക്ഷേ SBI ആയിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് കുടുംബശ്രീ മോഡലിൽ ഉണ്ടെന്നാണ് കുടുംബശ്രീ. ഇവർ മാത്രമല്ല, ഇപ്പൊ കുടുംബശ്രീ മോഡലുണ്ടെന്ന് ഇവർ മാത്രമല്ല പറഞ്ഞത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മളവിടെ കൂടെ പരാതി നൽകിയിട്ടുണ്ട്. എന്റെ പേര് ഗിരീഷാണ്, ആ ദുർമുള്ളേർക്ക് പരാതി നൽകിയിട്ടുണ്ടായി. പരാതി എങ്ങനെ നൽകിയെന്ന് പറഞ്ഞാൽ അവരായിട്ട് നൽകിയത്. അവര് ഈ SKDRFന്റെ സംഘത്തിന്റെ ഓഫീസിന്റെ ആൾക്കാർക്കൊന്നുമല്ല, നമ്മളെ കൂടെയുള്ള ആൾക്കാരോട് അവര് പരാതി കൊടുത്തു. പരാതി കൊടുത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംഘത്തിൽ ഇവർ കാശ് കെട്ടുന്നില്ല, അപ്പൊ പണം എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് പണം എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്നും ചോദ്യം ചോദിച്ചില്ല. ആദ്യം ഇപ്പൊ ഒരു കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ ആദ്യം അവർ ചോദിക്കണം, എന്ത് സംഭവം ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം പറ്റി, അതൊന്നും ചോദിക്കാതെ കൊടുത്തു. കംപ്ലൈന്റ് കൊടുത്തില്ല. അപ്പൊ സ്റ്റേഷനിൽ ഞങ്ങൾ പോലീസ് പിടിച്ചിട്ട് ഞങ്ങൾ പോയി നമ്മൾ എല്ലാം എൻക്വയറി ചെയ്തു. ഞാൻ പറഞ്ഞു നമുക്ക് സംഭവം ഇങ്ങനെയുണ്ട്, ഇപ്പൊ പ്രോബ്ലം ഉണ്ടായിട്ട് അടിക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ പണം കെട്ടുന്നില്ല, ഞങ്ങൾ പറയുന്നില്ല, ഒരിക്കലും അത് പറയുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവർ പത്ര ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കൃത്യമായ ഡോക്യുമെന്റ് ഒന്ന് കൊടുക്കട്ടെ. ഞാൻ ചോദിച്ചു അവരോട്, ഡോക്യുമെന്റ് കൊടുക്കുന്നതിന് ഡോക്യുമെന്റ് കാണിച്ചിട്ടാണ് ബാങ്ക് പാസ്ബുക്കോ അല്ലെങ്കിൽ ഏതൊരു തരത്തിന്റെ ഇതില്ല, ആ വെറും ഈ ബുക്കാണ് അവര് കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ബുക്കിൽ എന്ത് തെളിവുണ്ട്? ഇതിപ്പോ വേറെ ഒരു സംഘീന്റെ വ്യവസ്ഥ ആയിട്ട് കാണുന്നില്ലേ? പക്ഷെ എനിക്കൊരു സംശയമുണ്ട് എന്തൊക്കെയാണോ, ഞാനൊന്ന് പറയാം. ഞാനിത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ സംശയം എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അവർ തരുന്നത് ചെക്ക് ചെയ്ത് നോക്കി. ആദ്യം തന്നെ ഈ സംശയം എന്ന് വെച്ചാൽ ഇത് ഓം ശ്രീ മഞ്ജുനാഥ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതെ ശരി. പക്ഷെ ഏത് ബാങ്കാണ് നൽകുന്നത്? അപ്പൊ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ല. ഞാൻ പറഞ്ഞ എനിക്ക് ഒറിജിനൽ ബാങ്കിന്റെ പാസ്ബുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അപ്പൊ സംഘത്തിന് അത് കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പൊ ഒരു കുടുംബശ്രീ സംഘം നടക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ രേഖകളുണ്ട്. അല്ലാണ്ട് ബാങ്കിൽ പോയിട്ട് ക്ലാസ് എടുക്കുക, മാസത്തിൽ ഒരു ലോൺ എടുത്ത് മാസത്തിൽ എടുക്കുന്നത്. ഇവരെന്ത് ചെയ്യുന്നത്? ആഴ്ച അതുമല്ലാതെ
ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സംഘം എന്ന് പറഞ്ഞാല് SHG ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ആ മതിലൊന്നും ഈ ഒരു നടത്തുന്നതല്ല. അതിനൊരു RBI ഗൈഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട്. ഗൈഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇത് 10 പിന്നെ അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തിട്ടാകുമ്പോ പോലീസുകാരോട് പറഞ്ഞു, പോലീസ് പറഞ്ഞു ഇത് കുടുംബശ്രീ മാതൃകയുണ്ട്, മുഖ്യമന്ത്രി ഇത് ഞങ്ങൾ കൊടുത്തു, പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവർ പോലീസുകാരെന്ന് പറഞ്ഞു ഇത് കുടുംബശ്രീ മാതൃകയിലെ സംഘം. അപ്പൊ ഞാൻ പറഞ്ഞു കുടുംബശ്രീ മാതൃകയിലെ സംഘം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡോക്യുമെന്റ് കൊടുത്തു. ഇപ്പൊ കുടുംബശ്രീക്കാർക്ക് ഡോക്യുമെന്റ് ഉണ്ട്, കൃത്യമായ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, അതൊന്നും കാണുന്നില്ലേ. അപ്പോഴാണ് ഞാൻ എന്താക്കി, ഞാനും നമ്മളെ നാരായണ അതുപോലെ തന്നെ പിന്നെ അതിലെല്ലാം കൂടിയിട്ടാണ് ഞങ്ങളെല്ലാം ഡോക്യുമെന്റ് കളക്ട് ചെയ്യാൻ പോയി. ഈ കളക്ട് ചെയ്യാൻ പോകുമ്പോ എന്താണ് ആദ്യം RBIക്ക് കൊടുത്തു. RBIക്ക് കൊടുത്തില്ല, ഇതാണ് ഇതാണ് RBIന്റെ ഇത് കൊടുത്തത്. അപ്പൊ കൊടുത്തിട്ട് പറഞ്ഞു അവര് ഞമ്മൾക്കായിട്ട് അവർക്കായിട്ട് യാതൊരു ബന്ധമില്ല, ഇതില് നോട്ട് കൊടുത്തത് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മൾ കാസർഗോഡ് നമ്മളെ ഇൻകം ടാക്സിന്റെ ഓഫീസർക്ക് ഇവർക്ക് ഇപ്പൊ സംഘ ഇത് നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ഇതുണ്ട്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഞങ്ങൾ ആദ്യം രണ്ടാമത് കൊടുത്തു. അവര് കൊടുക്കുമ്പോൾ പറഞ്ഞത് എന്താണെങ്കിൽ നമ്മൾക്കായിട്ട് അവർക്കായിട്ട് യാതൊരു ബന്ധമില്ല, ഇത് കൊടുത്തിട്ടില്ല, ഞങ്ങൾ ഈ പെർമിഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഒരു ലെറ്റർ കൊടുത്തു. പിന്നെ പറഞ്ഞു അവർ ആദ്യം രണ്ടാമത്തെ ഒരു ലെറ്റർ കൊടുത്തതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നടപടി എടുക്കുന്നെങ്കിൽ എടുക്കായില്ലേ, മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എടുക്കാന്ന് പറഞ്ഞൊരു രേഖയാണ് ഇത് കൊടുത്തിട്ടില്ലത്. അപ്പൊ പോലീസുകാർ എന്താക്കി കംപ്ലൈന്റ് കൊടുത്തിട്ട് അപ്പൊ പോലീസ് കൊടുത്തത് കടലാസാണ് ഇത്. കൊടുത്തത് കുടുംബശ്രീ മാതൃകയുണ്ട്, കറക്റ്റായിട്ട് നടത്തുന്നുണ്ട്, ഈ രേഖ കൊടുത്തത്. അപ്പൊ ഞങ്ങൾ എല്ലാം ഇത് എടുത്തിട്ട് നോക്കുമ്പോ ഏതൊരു സ്ഥാപനത്തിനും SBI പറഞ്ഞ ഞങ്ങൾക്കായിട്ട് നിങ്ങൾക്കായിട്ട് ഒരു ബന്ധമില്ല, ഇത് SKDRDP എന്ന് പറഞ്ഞ് BC ട്രസ്റ്റാണ്. അപ്പൊ ട്രസ്റ്റും പിന്നെ നിങ്ങളുമായിട്ട് ഇല്ലാതെ ബന്ധം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, അത് മൂന്നാമത്തെ ആൾക്കാർക്കാണ്. അപ്പൊ ഇവരെന്ത് പറഞ്ഞെങ്കിൽ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കൂടെ പറഞ്ഞാൽ നിങ്ങൾ ബാങ്കിലേക്ക് പോകും, ബാങ്കിലേക്ക് പോയിട്ട് നിങ്ങൾ അതിന്റെ എടുത്തോട്ട് വരും. അപ്പൊ ഈ ബാങ്കിലേക്ക് പോണെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ എന്തിനാണ് പോണത്, അവർ ആദ്യം എന്ത് പറഞ്ഞത് സംഘം ഉണ്ടാക്കിയവരല്ല അത് ചെയ്യേണ്ടത് അവര് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടല്ലോ അവര് ചെയ്യേണ്ടത്. അതൊന്നും അവർ ചെയ്തില്ല. നിങ്ങൾ പോയിട്ട് എടുത്തോട്ട് വരും. ഞങ്ങൾ എന്താക്കി ഞങ്ങൾ ഈ പെണ്ണ ഡോക്യുമെന്റ് എടുത്തതിന് പോകുമ്പോഴാണ് ഇത് കൊടുത്തത്. ഇതാണ് SBI കൊടുത്ത്. ഇത് SBI പറയുന്നത് ഇപ്പോ ഞങ്ങൾക്ക് ഈ വിവരം പുറത്തു നൽകാൻ പറ്റുന്നില്ല. ഒരു പൊതു പബ്ലിക് ഡൊമൈനിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കണം. ജനങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമായിട്ടുണ്ടെങ്കിൽ അത് ആരെയൊക്കെ പുറത്തു കൊടുക്കണം. വിവരാവകാശം പക്ഷെ അത് കിട്ടാതിരിക്കുന്ന കാലം ഇങ്ങനെയുള്ള പെർമിഷൻ ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചായിരുന്നു. ഇപ്പൊ RBI ഗൈഡ് ലൈൻ ഇത് പറഞ്ഞ പോലെ സംഘ നടത്തണമെങ്കിൽ ഒരു ഇത് രേഖ ഉണ്ട് എല്ലാത്തിനും. ഇപ്പൊ RBI പറഞ്ഞു എല്ലാ സിസ്റ്റം പ്രകാരത്തിന് പറഞ്ഞിട്ടില്ല. എങ്ങനെ കൊണ്ടുവന്നു ഇപ്പൊ ഒരു ലോൺ എടുക്കുന്നെങ്കിൽ 1 മാസത്തേക്കോ 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഇങ്ങനെ എടുക്കാനുള്ള പദ്ധതി ഇതിലെന്താ പറയുന്നുണ്ട്, RBI എന്ന് പറയുന്നുണ്ട്. അതും ഈ വണ്ടി അനുസരിച്ചിട്ട് പറഞ്ഞ പെർസെന്റേജ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഏത് ആർക്ക് വേണമെങ്കിൽ ഈ RBI ഗൈഡ് ലൈൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവാം. ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. അതുപോലെ ഇവരില്ല. ഇവർ ചോദിക്കുമ്പോ കടലാസ് ഞങ്ങൾക്ക് ഇത് കൊടുക്കുക ഒറിജിനൽ ഞാൻ കൊടുക്കുന്ന ആരും കൊടുക്കുന്നില്ല. അവർ നൽകുന്ന കടലാസ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് അവർ നൽകുന്നത്. വെച്ചാൽ അതുകൊണ്ട് പെർമിഷൻ വെച്ച് കൊടുക്കുന്നത്. പക്ഷെ ഇതിനകത്തുള്ളത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് BC ട്രസ്റ്റ് BC ഏജന്റ് ഞാൻ ഇതിനകത്തൊരു BC ഏജന്റിനോട് സംസാരിച്ചപ്പോൾ അവിടെ ബാങ്കിന്റെ BC ഏജന്റിനോട് പറഞ്ഞത് ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇങ്ങനെ ബാങ്കുമായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ലോൺ കൊടുക്കുന്ന പരിപാടിയില്ല അതാണ് പറഞ്ഞത് BC ഏജന്റ്. പക്ഷെ BC ഏജന്റ് BC ട്രസ്റ്റ് എന്നാണ് പറഞ്ഞ് ഒരു ലോൺ നൽകുന്നത് അല്ലേ. അപ്പോൾ ബാങ്കുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു അക്കൗണ്ട് ഇല്ല. കുടുംബശ്രീ ഇപ്പോൾ ഒരു മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ ആ മെമ്പർ തന്നെ പോയി ലോൺ അടവെടുക്കുന്നത് ഒരു മാസം അടവെടുക്കുന്നത് കുടുംബശ്രീയിൽ അതുപോലെയാണ്. പക്ഷെ ഇതിൽ അതൊന്നുമില്ല. ആഴ്ചയിൽ ഒരു കളക്ഷൻ പോയിട്ട് പോയിട്ട് അടക്കാനുള്ള കളക്ഷനുമായിട്ട് പോയിട്ട് ഒരു ദിവസം തീരുമാനിച്ചിട്ടുണ്ടാവും. എല്ലാത്തിലേക്ക് ഈ ഒരു ബുക്ക് മാത്രമല്ലേ അതുപോലെ ഇപ്പൊ കളക്ഷൻ പോയിട്ട് ഞങ്ങൾ ബാങ്കിലേക്ക് അടക്കുന്ന പറയുമ്പോ അത് പാടില്ല. ആ ബുക്കിന് യാതൊരു ഗവൺമെന്റ് സീൽ ഉണ്ടായില്ല. ഇതിൽ ഒരു സീൽ സിഗ്നേച്ചർ ഒന്നുമില്ല. ഇതിനകത്ത് ഒരു സീലുണ്ട്. ഇത് സീലുണ്ടത് കാണുന്ന പോലുമില്ല. ചെറിയ സീലുണ്ട്. SKDRDP എന്തോ സീൽ കാണുന്നുണ്ട്. പെണ്ണിൽ കടലാസ് രീതി അല്ലാതെ വേറെ ഒന്നുമില്ല.
എല്ലാം ഗവൺമെന്റ് ഇറങ്ങിയിരുന്ന യാതൊരു യാതൊരു ഇതും. അവർ സീൽ അടിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ സീൽ ഇതാണ്. പക്ഷെ അത് അങ്ങനെ കണ്ടിട്ട് ഇത് കൊടുത്തിട്ടില്ല സീലാണ് ഇത്. നമ്മളിവിടെ കാസർഗോഡ് ഇങ്ങനത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ ചോദിച്ചാൽ ആർക്കും വേറെ ആൾക്കും മറുപടി കൊടുത്തിട്ടുള്ളത് ഈ പ്രകാരമാണ്. പക്ഷെ അതിനൊന്നും യാതൊരു ഔദ്യോഗികമായ യാതൊരു ഇതുമില്ല. ഇല്ല, ഇത് അതെ നിർണയ പുസ്തകം പറഞ്ഞിട്ട് ഇവർ പറഞ്ഞാൽ നിർണയ പുസ്തകം എന്ന് പറഞ്ഞാൽ ആ നിർണയം അത് ഇല്ല. ഈ ബുക്കിൽ എന്താണ് തെളിവുള്ളത്? ഈ ബുക്കിൽ തെളിവൊന്നും കാണുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചാൽ സ്റ്റേഷനിൽ പോയിട്ട് അവര് ഇപ്പൊ ഞങ്ങളെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടാകുമ്പോ സ്റ്റേഷനിൽ കൊണ്ടുപോകണം അവര് ബുക്ക്. അപ്പൊ സ്റ്റേഷനിൽ പറഞ്ഞു നിങ്ങൾ ഈ ബുക്കിനെ കൊണ്ടായാലും ഒരു തെളിവില്ല, നിങ്ങൾ ധർമ്മസ്ഥലം പോയിട്ട് അതിന്റെ തെളിവ് കൊടുത്തോണ്ട് വരുന്ന അവരോടാണ് പറഞ്ഞത്. ആരോട്? ഞങ്ങൾക്ക് പരാതി കൊടുത്ത് എതിർ പറഞ്ഞോടാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബുക്കിന് ഒരു രേഖയല്ല സ്റ്റേഷനിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന് ആരാ ഉത്തരം നൽകേണ്ടി? ഇപ്പോ ഇതിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടണം. ഇത് ആരാ നൽകേണ്ടത്? ഇപ്പൊ അവരെല്ലാം കംപ്ലൈന്റ് കൊടുത്തിട്ടപ്പോ അവർ പറഞ്ഞല്ല, അവര് കംപ്ലൈന്റ് കൊടുത്തിട്ടപ്പോ വന്നിട്ടല്ല. ഇപ്പൊ അവര് നിങ്ങൾ പരാതി കൊടുത്തിട്ട് കാര്യത്തിലേ ഒരു 6 മാസം 5 മാസമായി. എന്ത് പറയുന്നു അത്? കാരണം എന്റെ പണിയുടെ അടുത്ത് വന്നിട്ട് പറ്റാതെ അതല്ല, ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇതിന്റെ ഈ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരെന്ത് പറയുന്നത്? നിങ്ങളെ കോടതി നോട്ടീസ് ഇഷ്യൂ ആക്കും. അത് കോടതിയിൽ ഇട്ടിട്ട് ഞങ്ങൾ പൈസ കെട്ടിപ്പോ നിങ്ങൾ സ്ഥലമെല്ലാം കൊടുക്കണാവും, ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് പറഞ്ഞു. അത് വെറുതെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഇതുവരെ കോടതി നോട്ടീസ് എന്തെങ്കിലും വന്നോ? വന്നില്ല. അപ്പൊ എന്തുകൊണ്ട് വന്നില്ല അത്? ഇത് നിയമപരമായിട്ടൊന്നും നടക്കുന്നതല്ല എന്നാണ് നോട്ടീസ് അതുമല്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാല് ലോൺ കെട്ടാതിരിക്കുമ്പോ ഒരു പറഞ്ഞ എങ്ങനെ അറിഞ്ഞെങ്കിൽ അത് ലോൺ കെട്ടാൻ ബാങ്കുകാരെ ഞങ്ങളുടെ അഡ്രസ് ചോദിച്ചിട്ടുണ്ട്, അവരവരെ അഡ്രസ് ചോദിച്ചിട്ടുണ്ട്. അഡ്രസ് ചോദിച്ചറിഞ്ഞാൽ എങ്ങനെ? അപ്പൊ അഡ്രസ് ഇത് കൊടുക്കാതെ നിങ്ങൾക്ക് ഒരു ബാങ്ക് എങ്ങനെ ലോൺ കൊടുത്തു വരും? മൊത്തത്തിൽ നിങ്ങൾ ഒരു രേഖ ഇല്ലാതെ ഏത് പ്രകാരത്തിലാണ് ലോൺ കൊടുത്തവര് അത് കാണിക്കണല്ലോ. അപ്പൊ ബാങ്കിൽ ഇപ്പൊ ആദ്യം ബാങ്ക് പണം കൊടുത്ത് രണ്ടാമത്തെ ഇപ്പൊ നിങ്ങളെ പേരുണ്ട്, നിങ്ങളെ പറ്റിക്കൊണ്ട് വരുന്ന അഡ്രസ് കൊടുത്തിട്ട് ആരാണെങ്കിൽ ഇപ്പൊ ഞാൻ പോയിട്ടുണ്ടാവും ബാങ്കിൽ, ഇത് ആളെ പേരുണ്ടാവും, ഇത് ഇങ്ങനെ സംഭവം ഒക്കെ അഡ്രസ് കൂടുന്ന ഇല്ല. പിന്നെ അവരെന്താ പറയുന്നത്? കൊടുക്കാതെ ബാങ്ക് ഞങ്ങളെ ഡോക്യുമെന്റ് ഒന്നും കൊടുക്കാതെ ബാങ്ക് ഒരിക്കലും ലോൺ കൊടുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ആധാർ കാർഡോ പാൻ കാർഡോ ഇതൊക്കെ അവർക്ക് ആദ്യം തന്നെ വാങ്ങിച്ചു കൊടുക്കും. അഡ്രസ് പിന്നീട് കൊടുക്കല്ല, ഞങ്ങൾ കൃത്യമായ അഡ്രസ് കൊടുത്ത ശേഷമേ ഞങ്ങൾക്ക് ലോൺ അനുവദിച്ചു കൊടുക്കും. പക്ഷെ അതിന്റെ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല, ആ പറയുന്ന വാക്കിനൊന്നും പ്രസക്തിയുള്ള കാര്യമില്ല. അതുപോലെ തന്നെ പിന്നെ ഒരു സുരേന്ദ്ര റൈഡറിന് അവർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്ത് സംഭവം? ഇത് തന്നെ ഇതിൽ തന്നെ അത് കൊടുത്തിട്ട് പറഞ്ഞു അവരവര് FD ഫണ്ട് എടുത്തു വെച്ചവര്. FD ഫണ്ട് എങ്ങനെ എടുത്തു വെച്ച് പറഞ്ഞെങ്കിൽ ആദ്യ ലോൺ ക്യാഷ് കൊടുത്തോണ്ടായി. ക്യാഷ് കൊടുത്തോണ്ടാകുമ്പോ ക്യാഷിലാണ് അവർ കൊടുക്കുന്നത്. ഓഫീസിൽ ക്യാഷ് കൊടുത്തിട്ട് എടുത്തോണ്ടാകുമ്പോ അവർ എടുത്തു വെക്കും ഒരു തുക, 1 ലക്ഷം എടുത്താൽ ഒരു 20,000 രൂപ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അത് നോമിനായിട്ട് അവരെ പേരാണ് വെക്കുന്നത്. ബാങ്കിൽ ആൾക്കാരുടെ പേരാണ് വെക്കുന്നത്. നോമിനായിട്ട് എടുത്ത് വെച്ചിട്ട് കൊടുക്കും. അപ്പൊ ഞങ്ങൾ അവരെന്റെ എത്ര 2018 വെച്ചിട്ട് 2025 അതിന്റെ അവധി കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. കൊടുക്കാതിരിക്കാമാണ് ഞങ്ങൾ എന്താക്കി ഞങ്ങൾ വക്കീലരെ മുഖാന്തരം പോയി ലോയറെ പിടിച്ചിട്ട് ഞങ്ങൾ നോട്ടീസ് അയച്ചു. ബാങ്കിലേക്ക് നോട്ടീസ് അയച്ചിട്ട് അപ്പൊ അവരെന്താക്കി ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് ലോയറും ഞങ്ങളെ ലോയറായിട്ട് പറഞ്ഞു അത് അവർക്കായിട്ട് ഏതൊരു ഇതില്ല, അതുകൊണ്ട് നിങ്ങളെ പണം കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് അവര് ആ പൈസനെ തിരിച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്തു. ആദ്യം ഇവർ പറഞ്ഞു SKDRTFന്റെ സംഘത്തിന്റെ ആൾക്കാർ പറഞ്ഞു അത് കൊടുക്കാനും പറ്റില്ല, ഞങ്ങളെ ലെറ്റർ വേണോ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതാക്കിയിട്ടുണ്ടായത്. രണ്ടാമത് ഈ ലോയർ നോട്ടീസ് പോയിട്ടാണ് നമുക്ക് പണം തിരിച്ച് കൊടുത്ത ബാങ്കിൽ പോയി സമ്മതം ചെലുത്തിട്ടുണ്ട്. FD പണം കൊടുക്കാൻ പാടില്ല എന്ന് ബാങ്കിൽ വരെ പോയി ഒരു സമ്മർദ്ദം ചെലുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാങ്ക് അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. ബാങ്കിൻ്റെതായ പ്രശ്നം അല്ലേ? അപ്പൊ ഒരാളെ FD പണം പിടിച്ചു വെക്കാനുള്ള റേറ്റ് പിന്നെ ഒരാളെ വ്യക്തിക്കില്ല. സത്യമല്ല. പിന്നെ അവർ പറഞ്ഞു LIC മൈക്രോ ബജറ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. മൈക്രോ ബജറ്റ് ചെയ്താൽ LIC എന്നാണ് പറയുന്നത്. മൈക്രോ ബജറ്റ് LIC എന്ന് പറഞ്ഞിട്ട് ഈ LIC ചീട്ടിനെ കൊണ്ടുപോയിട്ട് നമുക്കിപ്പോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പണം കെട്ടാം. ഇവരെ ഈ ചീട്ട് കൊണ്ടുപോയിട്ട് എവിടെ കെട്ടാൻ പറ്റുന്നില്ല. ഞാൻ പോയി LIC ഓഫീസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഇന്ത്യയിലേക്ക് പൈസ കെട്ടണം എന്ന് പറയുമ്പോ അവർ പറഞ്ഞു ഇത് നമ്മളെ ഇതില്ല, യാതൊരു ഇതുമായിട്ട് ബന്ധമില്ല. അത് ബന്ധമില്ല എന്നല്ല,
ഓപ്പനാകുന്നില്ല, തുറന്നിട്ട് നോക്കി. നമ്മ പൈസ അതിപ്പോ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഇപ്പൊ ഈ ഇങ്ങനത്തെ ഇത് സംഭവം LIC എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മൈക്രോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് LICയിലേക്ക് പോയി ലിങ്കിലൊക്കെ എടുത്തിട്ട് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നോട്ട് അലൗഡ് എന്നാണ് വരുന്നത്. അപ്പൊ ഈ നമ്മ ഈ പൈസ കിട്ടുന്ന മാത്രമേ പൈസ കിട്ടുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് കിട്ടിയ പൈസ നമുക്ക് റിട്ടേൺ കിട്ടുന്നൊന്നുമില്ല. കിട്ടുന്നില്ലാതെ ഇപ്പൊ കിട്ടിയിട്ട് അത്ര അറിയണമെങ്കിൽ ഇതിന്റെ സംഭവം എന്തെന്ന് അറിയണമെങ്കിൽ ഇപ്പൊ LIC ഓഫീസിൽ പോയിട്ട് കാണുന്നില്ലല്ലോ ഇത്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ ചേരുമ്പോൾ നിങ്ങൾക്ക് അവരൊന്നും പറഞ്ഞിട്ടില്ല. അവർ ഇത് ചേർന്നെന്ന് ഞാൻ ചോദിച്ചിനാണ്. ഞാൻ ആദ്യം ചോദിച്ചിനാരോട് ഇത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ സംഘം വിട്ടു, സംഘം വിട്ടിട്ടാകുമ്പോ ഞങ്ങൾ പുറമെ കെട്ടുന്നുണ്ടെങ്കിൽ കെട്ടാൻ പറ്റുമോ? പറ്റും, സുഖമായിട്ട് പറഞ്ഞു. അങ്ങനെ കൊണ്ടല്ലേ ഈ 16,872 രൂപയുടെ വില കൊല്ലത്തിന് കെട്ടിയത്. അത് കെട്ടിട്ട് ഇപ്പൊ ആണ് ഞാൻ പോയിട്ട് LIC ഓഫീസിൽ എൻക്വയറി ചെയ്യുമ്പോൾ ഇത് മനസ്സിലാകുന്നത്. ഈ സംഭവം ഇല്ല, അവര് LICന്റെ ഓഫീസിൽ ബന്ധമില്ല പറഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്. സ്ലിപ്പ് എങ്ങനെ LIC സീലിട്ടി വാങ്ങുന്നുണ്ട്? അത് ഇപ്പൊ അവരുടെ തന്നെ ചോദിക്കേണ്ടി വരും. അത്രേ ആരോട് കൊടുത്ത അവരുടെ തന്നെ. ഇപ്പൊ LIC ഓഫീസിൽ പോയിട്ട് പറഞ്ഞില്ല നമുക്ക് ബന്ധമില്ല സ്ലിപ്പ് തന്നെ കൊണ്ട് നിങ്ങൾ അന്വേഷിച്ചു. ഇതേ സ്ലിപ്പ് കൊണ്ടുപോയിട്ട് അന്വേഷിച്ചത്. അപ്പൊ പറയണ്ടത് ഉണ്ടെങ്കിൽ ഇപ്പൊ LIC ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ആ LIC എന്ന് പറഞ്ഞാൽ LIC ഓഫീസിൽ ഏത് LIC ഓഫീസിൽ തുറക്കേണ്ടി വരുന്നല്ലേ ഇത്. അപ്പൊ ഇതിനെ പറ്റി ഒരു നല്ലൊരു അന്വേഷണം നടക്കണം. അന്വേഷണം അല്ലാത്ത പക്ഷത്തിനൊന്നും ജനങ്ങളിപ്പോ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇതിനെ പറ്റിയിട്ട്. ജനങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ധാരണയില്ല. ആ ധാരണ ജനങ്ങൾക്ക് പറഞ്ഞു. സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടുപോയി എന്തിനോ കൊണ്ട് കിടക്കുന്നു വരുമ്പോൾ ഇതിന് രേഖയില്ലാതിരിക്കുമ്പോൾ ജനങ്ങളുടെ പണമാണ് നഷ്ടപ്പെടുന്നത്. അതിന്റെ കൂടെ ഭീഷണി പെടുന്നില്ല. വീട്ടിൽ വന്ന് ഭീഷണി പെടുന്നത്. പിന്നെ ആരെ വരുന്നില്ല, സ്വന്തം നാട്ടുകാരുടെ സമയം അടുപ്പിക്കുക. ഇതൊക്കെയാണ് അവര് പരിപാടി എന്താ സ്വന്തം തമ്മല്ലാണ് മുട്ടിക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അവര് വരുന്നില്ല. വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് കേസ് കൊടുത്തിട്ടാകുമ്പോ അവർ പറഞ്ഞല്ലോ, അവര് ഒരു SKDRDP എന്ന് പറഞ്ഞ സംഘ ആയെങ്കിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആരോട് ഇപ്പൊ സംഘക്കാരോട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ഞങ്ങൾ കൊടുക്കണമല്ലോ മറുപടി. ഇവർ ഈ ബുക്ക് എടുത്തോണ്ടാണ് ഈ SKDRDP എന്ന് പറഞ്ഞ സംഘത്തിന്റെ ആൾക്കാർ പറഞ്ഞല്ലോ എടുത്തേക്ക് സ്റ്റേഷനിലേക്ക് പറഞ്ഞോ. വെറും ഇവരെ മാത്രം എന്തിന് സംഘത്തിന് ഇവരെ മാത്രം അയച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവരെ അയക്കുന്നത്? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാകുന്നല്ല, അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നല്ല. ഇവർക്ക് ഒരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട്, തെളിവില്ലത് ഞങ്ങളോടാണ്, അവരുടെ അല്ല. രേഖകളില്ലത് ഞങ്ങളോട്, തെളിവുണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഏത് പറഞ്ഞവർ രജിസ്ട്രേഷൻ അല്ല. സർക്കാരിൻ്റെതായ യാതൊരു അനുമതി സർക്കാർ ഒരു അരികോടെ അല്ലേ ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം. ഇത് പ്രത്യേകിച്ചിട്ട് കാസർഗോഡ് ജില്ലയില്ല. കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തട്ടിപ്പ് ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കട്ടെ. കുടുംബശ്രീ പോലെയാണ് പോലെയാണെന്ന് പറഞ്ഞല്ല. കുടുംബശ്രീ പോലെയാണെങ്കിൽ കുടുംബശ്രീയിൽ ഒരു ലോൺ എടുത്തെങ്കിൽ, ലോൺ എടുത്തെങ്കിൽ 2-3 വർഷം വരെ കെട്ടിയെങ്കിൽ അവർക്ക് ഗവൺമെന്റ് കിട്ടുന്ന സൗലഭ്യം തിരിച്ചു കൊടുക്കും. രണ്ടിനാണ് അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 30 അടവുണ്ടെങ്കിൽ 30 അടവാകുമ്പോ 2 അടവെല്ലാം ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് എന്തുകൊണ്ട് വരുന്നുണ്ട്? ആ ബാക്കി തുക അവർക്ക് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. ഇതിൽ അങ്ങനല്ലല്ലോ. ഇതിലിപ്പോ 1 ലക്ഷം എടുത്തെങ്കിൽ 3 വർഷം എടുത്തെങ്കിൽ 1,30,000, 20,000, 20,000, 25,000 രൂപ കൊടുത്താല് 1,20,000 എന്താണ് ഇൻട്രസ്റ്റ്. അത് മൊത്തം അടക്കണം. ഇപ്പൊ ബാങ്കിലേക്ക് ഇങ്ങനെ ഞങ്ങൾ കെട്ടിയ പോലെ ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ട് വരുന്നതാണ്. ഇതിൽ കുറഞ്ഞില്ലല്ല. ഇത് ചക്രവട്ടി എന്ന് പറയുന്നല്ലേ, അത് മാത്രമല്ല സിസ്റ്റമിലാണ് ഇതില്ല. ഇത് ആദ്യം പറഞ്ഞ എന്താ നിങ്ങൾക്ക് 13%. 13% തരുമ്പോ ഇത് ചിന്തിക്കാനില്ല. ഒരു കൊല്ലത്തേക്ക് 13%. ഒരു കൊല്ലത്തേക്ക് ഞങ്ങൾ 1 ലക്ഷം എടുത്തെങ്കിൽ 1 കൊല്ലത്തിൽ 30,000 രൂപ പോയില്ല അവിടെ. പോയിട്ട് കുറഞ്ഞ പാട് അടുത്ത ഏരിയയിലേക്ക് ഇൻട്രസ്റ്റ് പറഞ്ഞ എത്ര 70,000 ഇൻട്രസ്റ്റ് പറഞ്ഞോ. ഇത് 70,000 ഇൻട്രസ്റ്റ്. ജനങ്ങളിതിനെ പറ്റി ഒരു ബോധവൽക്കരണം ഇല്ല. ഇതാണ് മെയിൻ ഇത് കാണിക്കുന്നുള്ളത്. ഞങ്ങൾ ഇതെല്ലാം അങ്ങനെയാണ് അന്വേഷിച്ചാണ് ഇതെല്ലാം എടുത്തിട്ട് വെച്ചത്, കയ്യിൽ വെച്ചതാണ്. എന്തിന് വേണം ഞമ്മക്ക് ഇത്? അത് ലൈസൻസ് ഉണ്ട്, കംപ്ലൈന്റ് കൊടുത്തിട്ട് പഞ്ചായത്ത് പെർമിഷൻ ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഇത് RBI കൊടുത്തിട്ട് പെർമിഷൻ പറഞ്ഞിട്ട് പഞ്ചായത്ത് പെർമിഷൻ പറഞ്ഞിട്ട് കൊടുത്തു. പഞ്ചായത്ത് പെർമിഷൻ കൂടെ എടുത്തിട്ട് നോക്കി. ഞങ്ങൾ പഞ്ചായത്തിൽ കൂടെ യാതൊരു തരത്തിന്റെ അവർക്ക് പെർമിഷൻ കൊടുത്തില്ല. RBI കൊടുത്തില്ല. പിന്നെ പഞ്ചായത്ത് കൊടുക്കാൻ അവർക്ക് പറ്റുമോ? RBI തന്നെ പെർമിഷൻ പഞ്ചായത്ത് കൊടുക്കാൻ പറ്റൂല. ഇതാണ് ഇതിന്റെ സംഭവം. ഇതിനെപ്പറ്റി ജനങ്ങളൊരു നല്ലൊരു തിരിച്ചറിവാക്കിയിരിക്കണം. ഞങ്ങൾ എന്തിനാണ് ഈ പണം അടയ്ക്കുന്നുള്ളത്, ഞങ്ങൾ എന്താണ് ചെയ്യുന്നുള്ളത്, എന്താണ് സംഭവം, ഇതെല്ലാം മനസ്സിലാക്കും. കുടുംബശ്രീ വ്യക്തികളുടെ കാര്യം എന്ന് പറഞ്ഞു. കുടുംബശ്രീ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു
കുടുംബശ്രീയായി യാതൊരു ബന്ധവും സംഭവം ഞാൻ പറഞ്ഞ കുടുംബശ്രീ മാത്രമല്ല, കുടുംബശ്രീനെ ബാക്കിൽ ഇട്ടിട്ടാണ് ഇവർ ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ ജനങ്ങളോട് പറഞ്ഞത് ഇത് കുടുംബശ്രീ മാത്രമില്ല, ഇത് കുടുംബശ്രീ മാത്രമില്ല, ഇത് ഏഴെട്ട് കുടുംബശ്രീ മാത്രമില്ല. ജനങ്ങളെ പറ്റിക്കപ്പെടും, കബളിക്കപ്പെടും. കബളിക്കുന്നതാണ് കുടുംബശ്രീ മാസം ഒരിക്കലും സാർ പൈസ കിട്ടുന്നത്. ഇത് ആഴ്ച അടിക്കണ്ട, ആഴ്ച അടക്കണം. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ, കേരളത്തിൽ വെച്ച് കാസർഗോഡ് ജില്ലയിൽ ആൾക്കാരെ ശരിക്കും തിരിച്ചറിയണമെന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. ഇതിപ്പോ ഞങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് സംഭവം ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ് ഇപ്പൊ നിങ്ങൾ ആര് ചോദിച്ചാലും നൽകാൻ തയ്യാറാണ്. ഇതിനെ പറ്റി ഇതില് ആർക്ക് ഡോക്യുമെന്റ് വേണം അത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറുണ്ട്, ഞങ്ങളെ ബന്ധപ്പെടുക. അതും കേരളത്തിൽ വേറൊരു ഇത് എന്താ വെച്ചാൽ ഇങ്ങനെ ഈ സംഘത്തിന് സംഗമം നല്ലൊരു പേര് മാറ്റം വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ സംശയം കൂടിയുണ്ട്. അതുപോലെ അവര് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ കെട്ടിയിട്ടില്ലെങ്കിൽ അതൊരു സംഭവം ഇതുണ്ട്, സംഭവമുണ്ട്. എന്തെന്ന് പറഞ്ഞാല് നിങ്ങൾ പണം അടച്ചില്ലാണ്ടെങ്കിൽ ഞാൻ വരുന്നുണ്ട് അവര് വീട്ടിലേക്ക് വന്നിട്ട് പറയുന്നത് നിങ്ങളെ ഇൻട്രസ്റ്റ് ഒന്നും വേണ്ട, നിങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ട്. ഇൻട്രസ്റ്റ് വേണ്ട, നിങ്ങൾ കെട്ടിക്കോളൂ, ഇല്ല പൈസനെ കെട്ടിക്കോളൂ. പിന്നെ ഇപ്പൊ തട്ടിപ്പാക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് ഇപ്പൊ ഇയാള് കംപ്ലൈന്റ് കൊടുത്തിട്ടാകുമ്പോ അയാൾക്ക് ഒരു ഇതുവരെ ഡോക്യുമെന്റ് കൊടുത്തിട്ടില്ല. ഇപ്പൊ കൊല്ലം ഒന്നായിക്കൊണ്ട് വന്നു ഇവർ കൊടുത്തിട്ട് ഇതുവരെ ഒരു ഡോക്യുമെന്റ് കൊടുത്തില്ല. മറ്റൊരു സംഘത്തിലാണ് പോയിട്ട് പറഞ്ഞവരെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ ആരെ വെച്ചിട്ട് പണം ഇടാക്കിയിട്ടുണ്ട്. അവരിപ്പോ കറക്റ്റായിട്ട് കെട്ടിക്കൊള്ളുന്നുണ്ട്. അതിനാണ് പ്രൂഫ് ഞാൻ കാണിക്കുന്നത്. പക്ഷെ വേറെ സംഘത്തിൽ പൈസ അടിക്കുന്നുണ്ട്. അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ കൊണ്ട് കെട്ടിക്കാനുള്ള ഒരു പ്ലാൻ. ഇതാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഇതാണ് കാര്യങ്ങൾ. സത്യം വാസ്തവം ഇതാണ്. ഇതിന്റെ സത്യസംഗതമായിട്ട് നടത്തുന്നത് ഇങ്ങനെയാണ് സംഭവം. പിന്നെ ഭദ്രകേശന്റെ പറഞ്ഞു സാർ ഇത് സംഭവം തട്ടിപ്പന്നെ നാരായണ പറഞ്ഞു. എല്ലാവർക്കും അറിയാം, മാത്രമേ ഇതിന്റെ ഡോക്യുമെന്റ് ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും അറിയില്ല. ഇപ്പൊ ഞങ്ങൾ സംഘക്കാർക്ക് കൂടെ അറിയില്ല ഇതിന്റെ ഡോക്യുമെന്റ് ഇങ്ങനെ ഉണ്ടാ കൃത്യമായിട്ടുണ്ടാ. ഞങ്ങൾ വിചാരിച്ചത് ആദ്യം ഇത് കറക്റ്റ് ഉണ്ട്, എല്ലാ സംഭവം കറക്റ്റായി കൃത്യമായി. ഇതിപ്പോ ഈ ഇത് കൊടുത്തപ്പോൾ ഈ കണ്ടസ് കൊടുത്തത് ഞാൻ കറക്റ്റ് LIC ലൈഫ് ഇൻഷുറൻസ് LIC ഇന്ത്യ കമ്പനി നടത്തിയിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കമ്പനി കറക്റ്റ് അല്ലേ? ഇത് കാണുമ്പോൾ കറക്റ്റ് അല്ലേ? ഇതാണ് പരിശോധിക്കമാണ്. ഇത് കൂടെ കൊടുക്കാതെ ഇത് കൂടെ കൊടുത്തിട്ടില്ല അവര്. ഇപ്പൊ ഞങ്ങൾ കൊല്ലത്തിൽ കെട്ടുന്നുണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ഇത് കൂടെ കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. ഇത് ഞാനാണ് അവരുടെ എനിക്ക് പോകണ സ്ലിപ്പ് ഞാൻ ഈ പ്രാവശ്യ പൈസനെ LIC കെട്ടുന്ന ഓഫീസിൽ കെട്ടുന്ന പറയുമ്പോൾ ഇവർ കെട്ടിട്ടാണ് സ്ലിപ്പ് കൊടുത്തത്. ഈ സ്ലിപ്പാണ് കൊടുത്തത്. ഇതുവരെ സ്ലിപ്പ് കൊടുത്തില്ല. ഇത് ഇപ്പോഴും കിട്ടാൻ ആൾക്കാരുണ്ട്. LIC കൊണ്ട് അവർ എടുക്കുമോ? പക്ഷെ ഈ സംഘത്തിലുള്ളത് സാധാരണക്കാരാണ്. വലിയ വലിയ ചിന്തകളൊന്നും ചെയ്യാത്ത ആൾക്കാർ, നിയമപരമായിട്ട് വലിയ വലിയ ചിന്തകളൊന്നും ചെയ്യാത്ത ആൾക്കാരാണ് ഈ സംഘത്തിലുള്ളത്. അവർക്ക് ഇതിനെപ്പറ്റി ഒരു അന്വേഷിക്കാൻ ആരുമില്ല. അവർ ആരും പറയുന്നില്ല. അവർ ഇതിനെ കൂടുതൽ അന്വേഷിക്കാൻ പോകാനുള്ള ശേഷി അവർക്കില്ല. ഇല്ല, സാധാരണക്കാരുണ്ട്. പക്ഷെ അവരാണ് പറ്റിക്കപ്പെടുന്നത്. ഇത് നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്തി ഇതിനെ പറ്റി എന്താന്ന് വെച്ചിട്ട് ജനങ്ങൾക്ക് അറിയണം, തിരിച്ചറിയണം. ഗവൺമെന്റിന് മുൻകൈ എടുക്കണം. ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് മുൻകൈ എടുത്ത് ചെയ്യണം. ഇതിനുവേണ്ടി ഡോക്യുമെന്റ് ഒക്കെ ഞങ്ങൾക്ക് ഏത് ഉന്നതാധികാരികൾക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. അതെ, ഡോക്യുമെന്റ് കൊടുക്കുന്നില്ല. എല്ലാം നമുക്ക് നമ്മളെ കേരളത്തിൽ ശരി എന്താണ് ജനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരിക്കലും പൈസ കെട്ടുന്നില്ല എന്ന് പറയുന്നില്ല. ബാങ്കിലേക്ക് ഇപ്പോൾ അവര് കറക്റ്റായ കൃത്യമായ ഡോക്യുമെന്റ് ഞങ്ങൾക്ക് കൊണ്ടുകൊടുത്താൽ ഇപ്പോൾ ബാങ്കിലേക്ക് ഞങ്ങൾ ബാങ്കിൽ അതിന്റെ അവധി എടുത്തിട്ട് ഞങ്ങൾ അടിച്ചോളാം. ക്ലിയർ ആയിട്ട് മാസമായിട്ട് അടിച്ചോളാം. ഒരു ഇതില്ല, അടിച്ച പോലെ നമ്മൾ പറഞ്ഞോണ്ട് വരുമല്ലോ. ഇപ്പൊ ഞങ്ങളെ പണം അടിച്ചിട്ട് ഇപ്പൊ ഒരു ലോൺ എടുത്ത് കഴിഞ്ഞാൽ അടക്കുന്നത് തെറ്റാണ്. ഗവൺമെന്റ് അറിയാതെയാണ് ഈ സംഭവം നടത്തുന്നത്. അതെ, നമ്മളെ കേരള ഗവൺമെന്റിലേക്ക് അറിയാതാണ് ഇത് നടക്കുന്നത്. കേരള ഗവൺമെന്റിലേക്ക് അറിയാതെ ഈ സംഭവം ഇത് ആദ്യ സംഘം അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സംഘം ചെയ്യാൻ പറഞ്ഞ എല്ലാ ലൈസൻസുകാരും ഉണ്ടെന്നാണ് പറഞ്ഞത്. ജനങ്ങൾ ചോദിക്കില്ല, എന്തിനു ചോദിക്കണം? ആദ്യം ഘട്ടത്തിൽ ആരും ചോദിക്കാൻ പോകുന്നില്ല. എന്തിന് നിങ്ങൾ ലൈസൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവർ പറയുന്ന സത്യമെന്ന് എന്ന് വിചാരിക്കും വാസ്തവം. പക്ഷെ വാസ്തവം വേറെ ഇത് സംഭവം വേറെ അടിപ്പായ വേറെ ഉണ്ട്. ഇത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ജസ്റ്റിസ് ഫോർ സൗത്ത് ജസ്റ്റിസ് ഫോർ സൗത്ത് എല്ലാവർക്കും നമസ്കാരം.